കേരളത്തിലെ IAS ഉദ്യോഗസ്ഥരുടെ നിയമനവും സ്ഥലമാറ്റവും ഒക്കെ സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. സാർ, എങ്ങനെയാണ് ഇതിനൊന്ന് വിലയിരുത്തുക? അതായത് ഡോക്ടർ ബി അശോക് മറ്റേ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനെ ഈ സർക്കാർ നിരന്തരം വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല ജൂനിയർ പോസ്റ്റുകളിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുമുണ്ട്. സാധാരണഗതിയിൽ സുപ്രീം കോടതി വിധിയുള്ളതാണ് ഒരു IASകാരനെ ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ 2 കൊല്ലം മിനിമം അവിടെ ഉണ്ടാകണം എന്നുള്ളത്. ഇതൊന്നും പാലിച്ചിട്ടില്ല. മാത്രമല്ല ഈ കേഡർ പോസ്റ്റുകളുണ്ട്. കേഡർ പോസ്റ്റുകളിൽ IASകാരെ തന്നെ നിയമിക്കണം എന്ന് നിർബന്ധമുള്ള പോസ്റ്റുകളുണ്ട്. അവിടെ കൊണ്ടുപോയി പിണറായി സർക്കാർ സൗകര്യമുള്ളവരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്, പോലീസുകാരെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയമനങ്ങൾ, അതായത് പിണറായി വിജയൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ പിണറായി വിജയൻ തീരുമാനിച്ച് ഒപ്പിട്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും പിണറായി വിജയൻ്റെ മുഖത്ത് ഏറ്റ അടിയാണിത്. ഇത്തരം പരിപാടികളൊന്നും വേണ്ട. പിന്നെ ഈ പിണറായി വിജയൻ ഈ സർക്കാർ വന്നിട്ടല്ല. പിണറായി വിജയൻ 2016 വന്ന ശേഷം 10 കൊല്ലമായിട്ട് ഒരു IASകാരനെ സ്ഥലം മാറ്റുമ്പോഴൊക്കെ ഇത് സിവിൽ സർവീസ് ബോർഡിൻ്റെ അനുമതി. സിവിൽ സർവീസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് സിവിൽ സർവീസ് ബോർഡ്. ആ ബോർഡ് യോഗമേ ചേർന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ബോർഡിനോട് ചോദിക്കാതെയാണ് ഈ ഉള്ള സ്ഥലം മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അശോക് കൊണ്ടുപോയി കാറ്റിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തതിൽ പിന്നെ ആണ് ഒരു തവണ ഈ സിവിൽ സർവീസ് ബോർഡ് ചേർന്നതെന്ന് നമുക്ക് ഈ കേസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഈ പദവികൾക്ക് പുനർനാമകരണമൊക്കെ ചെയ്യുക, എന്നിട്ട് കേഡർ തസ്തികകളിൽ ഒഴിച്ചിടുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ സർക്കാർ ധാരാളമായിട്ട് ചെയ്തതിനെയൊക്കെ നിശിതമായിട്ട് ഈ വിധിയുടെ അകത്ത് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ MR അജിത് കുമാറിനെ പിടിച്ചിട്ട് എക്സൈസ് കമ്മീഷണറാക്കി. അജിത് കുമാറിന് ഇപ്പോൾ അവിടെ നിന്ന് ഒഴിയേണ്ടി വരും. അവിടെ ഒരു IASകാരനെ വെക്കണം. പിന്നെ കിലയുടെ ഡയറക്ടർ സ്ഥാനത്ത് ജോയ് ഇളമൺ, സഖാവാണല്ലോ, ജോയ് ഇളമണിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ കേട്ടോ. പേരതാണെങ്കിലും ആൾ നമ്പൂതിരിയാണ്. അപ്പോൾ ജോയ് ഇളമണിന് കില ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. പിന്നെ IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്, അതിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജയകുമാർ മാറേണ്ടി വരും. ജയകുമാറിന് വേണ്ടി റിട്ടയർ ചെയ്ത ശേഷം, അത് കേഡർ പോസ്റ്റാണ്, റിട്ടയർ ചെയ്ത ആളെ എടുത്ത് വെക്കേണ്ട പോസ്റ്റല്ല. അപ്പോൾ ജയകുമാറിന് ആ പോസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ മറ്റേ ദേവസ്വം ബോർഡ് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അത്. ആ ജയകുമാർ, പക്ഷെ ജയകുമാറിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഈ IAS കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ. എന്നിട്ട് നാണമുണ്ടോ ഇങ്ങനെ പോയി ഇരിക്കാനായിട്ട്? ഈ സർക്കാരിൻ്റെ ഒരു എറാൻമൂളിയായിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് രാജിവെച്ചിട്ട് അതിനെതിരെ കേസുണ്ടല്ലോ. അത് തട്ടിപ്പോകുന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് കക്ഷത്തിൽ വേറെ ഒരെണ്ണം വേണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ദേവസ്വം ബോർഡിൽ. അവിടെയും ഇപ്പം നാറെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ആ കണക്ക് ശരിയാകുന്നില്ലല്ലോ. കോടതിയിൽ വന്നിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് മര്യാദക്കെല്ലാം കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് IAS ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെ കാറ്റിൽ പോയിരുന്നു ഈ സർക്കാരിനെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അശോകിനെ ഈ ട്രാൻസ്ഫർ ചെയ്തത് ഇത്തരം പോസ്റ്റുകളിലൊക്കെ 2 തവണ നേരത്തെ സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേ ചെയ്തിരിക്കുമ്പോഴും അശോകിനെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇത് അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്ഫർ സ്റ്റേ ചെയ്തിരിക്കുമ്പോഴും അദ്ദേഹത്തിനെ വേറെ തസ്തിക ഉണ്ടാക്കി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഈ ചീഫ് സെക്രട്ടറി ജയതിലക് ഒരുപാട് കേസ് സ്വയം വരുത്തി വെച്ചിട്ടുള്ള ആളാണ്. അങ്ങേരുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ 3 നിയമനങ്ങളും ഈ റദ്ദാക്കി ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇലക്ഷന് തൊട്ട് മുമ്പ് ശരിക്കും മുഖത്തേറ്റ അടിയും വലിയ തിരിച്ചടിയുമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അധികാര പരിധിക്ക് പുറത്ത് നിയമവിരുദ്ധമായി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരണമായി ആണിതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ആർബിട്രറി ആൻഡ് ഫ്രീക്വൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർബിട്രറി ഇല്ലേ, സംശയാസ്പദമായിട്ടും ദുരൂഹമായിട്ടും ഒക്കെയാണ് ഈ നിരന്തരം ഇത്തരം ട്രാൻസ്ഫറുകൾ നടന്നിരിക്കുന്നത്. ഇതേം ഈ കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് ഇല്ലേ, കാർഷികോൽപാദന കമ്മീഷണറും ഒക്കെ ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ വട്ട് തട്ടുന്നത് പോലെ ഈ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പദവിയിൽ 2 വർഷം ഇരുന്നാലും ഇല്ലെങ്കിലും IAS ഓഫീസർമാരുടെ പോസ്റ്റിങ്സ്, ട്രാൻസ്ഫേഴ്സ് ഇതൊക്കെ സിവിൽ സർവീസ് ബോർഡിൻ്റെ ശുപാർശ പ്രകാരം മാത്രമേ ചെയ്യാവൂ എന്നീ വിധിയിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിവിൽ സർവീസ് ബോർഡിനോട് ചോദിച്ചിട്ട് മാത്രമേ ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. 2014 സിവിൽ സർവീസ് ബോർഡ് ഇവിടെ നിലവിൽ വന്നത്. അപ്പോൾ സുപ്രീം കോടതി അതിന് ഈ മിനിമം ടെന്യുവർ പറഞ്ഞപ്പോൾ 2 കൊല്ലം കാലാവധി പറഞ്ഞപ്പോഴാണ് ഈ ബോർഡ് 2014 വന്നത്. അപ്പോൾ അശോക് 2023 ഫെബ്രുവരി 7 കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അങ്ങേരെ ട്രാൻസ്ഫർ ചെയ്യാണ് അവിടെ നിന്ന്. 2 വർഷം ആ സ്ഥാനത്ത് ആയിരുന്നില്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് 2 കൊല്ലം അവിടെ ആയിരുന്നില്ല. 2025 ജനുവരി 9 തദ്ദേശ ഭരണവകുപ്പിലേക്ക് മാറ്റി. സമ്മതം ചോദിച്ചില്ല, IASകാരോട് സമ്മതം ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യണം എന്നുണ്ട്, അതും ചോദിച്ചില്ല. അത് കഴിഞ്ഞ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് റിഫോംസ് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി. പുതുതായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരു തസ്തിക ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റി. അശോകന് VSSCയിൽ ചീഫ് കൺട്രോളറായിട്ട് നിയമനം കിട്ടുമായിരുന്നു, VSSCയിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ചീഫ് സെക്രട്ടറി വിജിലൻസ് ക്ലിയറൻസ് കൊടുത്തില്ല. മര്യാദയ്ക്ക് ഒരു ജോലി കിട്ടുന്നതും തടഞ്ഞു. ഇത് യോഗേഷ് ഗുപ്തയുടെ കേസിലും കേന്ദ്ര സർവീസിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റും. അദ്ദേഹം EDയുടെ ഡയറക്ടറാകുമോ നമ്മളെ പിന്നെയും പിടിക്കുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തിന് വിജിലൻസ് ക്ലിയറൻസ് ഈ സർക്കാർ കൊടുക്കുന്നില്ലല്ലോ യോഗേഷ് ഗുപ്തയ്ക്ക്. ഇങ്ങനെ വേട്ടയാടുകയാണ് ചില ഉദ്യോഗസ്ഥരെ. അപ്പോൾ അത് കൊടുത്തില്ല. ഓഗസ്റ്റിൽ സ്റ്റേ കേസിന് പോയി. ഓഗസ്റ്റിൽ സ്റ്റേ നിലനിൽക്കെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MD ആയിട്ട്. അതിലും സ്റ്റേ കിട്ടി. സെപ്റ്റംബർ 15 അപ്പോഴാണ് P&A റിഫോംസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അങ്ങോട്ട്, പേഴ്സണൽ ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ അങ്ങോട്ട്. അപ്പോഴും സിവിൽ സർവീസ് ബോർഡ് ചേർന്നിട്ടില്ല, അതിൻ്റെ അനുവാദവും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ റൂൾ 7 2014 അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റൂൾസിൻ്റെ റൂൾ 7 അതിന് വിരുദ്ധമാണെന്ന് ഈ കാറ്റിൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അശോകിൻ്റെ കാര്യത്തിൽ ഈ ചെയ്തത് മുഴുവൻ. അപ്പോൾ ഈ പേര് മാറ്റം, അതായത് പുനർനാമകരണം, ഒരു തസ്തികയ്ക്ക് പുനർനാമകരണം, അതുപോലെ ഇങ്ങനെ പദവി മാറ്റം, അത് ഇങ്ങനെ കേഡർ പോസ്റ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ശുദ്ധ തട്ടിപ്പാണ് എന്നീ 98ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്. IASകാരനല്ലാത്ത ആളെ കേഡർ പോസ്റ്റിൽ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ 3 പേരല്ലാതെയും ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉടനടി നീക്കിക്കളയണമെന്നും ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, പൊതുവെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുൻപിരുന്ന പല സർക്കാരുകളൊക്കെ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. പക്ഷെ അവരതിൻ്റെ അകത്തൊരു ഫ്ലെക്സിബിലിറ്റി കാണിക്കും. സ്വതന്ത്രമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ അവർ സർക്കാർ പറഞ്ഞത് കേട്ടില്ലെങ്കിലും അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് കരുതും. കാരണം നമ്മളുടെ ഭരണ സംവിധാനം നിലനിൽക്കുന്നതിന് സർക്കാർ പറയുന്നത് മാത്രം കേൾക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കഴിയില്ല. അവർ മാത്രം പോരാ, അവരൊക്കെ വേണം. കാരണം സർക്കാരിൻ്റെ പല താല്പര്യങ്ങളും നിർവഹിക്കാനായിട്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും ഇങ്ങനെ കൈവിലം കെട്ട് വെക്കാനായിട്ട് ശ്രമിക്കരുതെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാഠം കൂടിയാണ് ഈ വിധി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സിവിൽ സർവീസ് ബോർഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് കൃത്യമായിട്ട് കൂടുകയും അതിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാം. സർക്കാരിൻ്റെ ആഗ്രഹം ചിലപ്പോൾ ഈ സിവിൽ സർവീസ് ബോർഡ് അംഗീകരിച്ചു കൊടുത്തിരിക്കും. അതൊന്നും നോക്കാതെ, അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നടത്താതെ
സർക്കാരിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. 10 കൊല്ലം കൂടിയിട്ടില്ല. ജയതിലക് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിനെതിരെ പലതരം അന്വേഷണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ സർക്കാരിൻ്റെ നടപടികളില്ല. അന്വേഷണങ്ങളിങ്ങനെ പലതുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഈ സർക്കാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പല അജണ്ടകളുണ്ടാകും. ആ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സർക്കാരിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ട് കിടക്കുന്നത്. അത് പക്ഷേ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സർക്കാരിന് ഗുണകരമായ കാര്യമല്ല. സർക്കാർ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പലതരത്തിലുള്ള കാര്യനിർവഹണങ്ങൾ നടത്തേണ്ടതാണ്. അതിന് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൂടി ആവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സർക്കാർ ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ 10% പേരുണ്ടാവുള്ളൂ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരും അവരാണത് കൊണ്ടു നടക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ കള്ളന്മാരാണ്, അഴിമതിക്കാരാണ്, കണ്ടവൻ്റെയൊക്കെ കാല് പിടിച്ച് കാര്യങ്ങൾ നടക്കുന്നവരാണ്. അവരെ കൊണ്ട് മാത്രം എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? അപ്പോൾ സർക്കാർ അതും കൂടി ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് അശോകനെ പോലെയുള്ള സത്യസന്ധരും നട്ടലുള്ളവരും അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ചില ആൾക്കാർക്ക് TP സെൻകുമാറിന്റെ കിട്ടിയതല്ല. എന്നിട്ടും എന്താണ് ഈ പാഠം പഠിക്കാതെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് ഞാൻ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു ഉപജാപ സംഘം ഉണ്ടാവും. അവരാണ് പലപ്പോഴും ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ നിയന്ത്രിക്കുന്നത്. അതിന് എതിരെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഉപജാപ സംഘത്തിൻ്റെ കൈകളിൽ പെട്ടുപോകുക. അങ്ങനെയാണ് ഈ പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള റൂൾസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മൾ ബാബു മാത്യു പി ജോസഫിന്റെ നേരത്തെ സംസാരിച്ച സമയത്ത് ഉപലോകായുക്തയായിരുന്ന ആളെ പിടിച്ചിട്ട് തദ്ദേശ ഭരണ ഓംബുഡ്സ്മാനായിട്ട് വെക്കുന്നു. ലോകായുക്തയോ ഉപലോകായുക്തയോ ആയിരുന്ന ആൾക്ക് പദവി കൊടുക്കാൻ പാടില്ല എന്ന് ആ ലോകായുക്ത നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ കൃത്യമായി നിയമം പാലിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം ഈ IAS പദവി, അതിലെ IAS നേടി എത്തുന്നവർ ഉയർക്കേണ്ട ഉന്നത പദവിയിലേക്ക് സർക്കാരിന് താല്പര്യമുള്ള IPSകാരെ കൊണ്ടിരുത്തുന്നു. അപ്പോൾ ഓരോ തലത്തിലും സർക്കാരിന്റെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ഉദ്യോഗസ്ഥര് സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. പക്ഷേ വഴിവിട്ട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ തയ്യാറാവില്ല. അതെ, അതാണ് പ്രശ്നം. അശോകിന്റെയൊക്കെ പ്രശ്നമാണ്. വഴിവിട്ട താല്പര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ തലവനിക്കുന്ന ഒരാളല്ല അദ്ദേഹം. അതാണ് ചില വകുപ്പുകളുടെ തലപ്പത്ത് IASകാരൻ വന്നിരിക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോൾ അല്ല, അത് വേണ്ട, IPSകാരൻ മതിയെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് അയാൾ സർക്കാരിന് പ്രിയപ്പെട്ടതായതുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കോടതിയുടെ ആവശ്യം, അല്ലേ? അതെ, കോടതിയും ഇതൊക്കെ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം കെട്ടപ്പോകാത്ര. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു അത്ഭുതം, നമ്മൾ ജയകുമാറിന്റെ പേര് പറഞ്ഞു. ജയകുമാർ IASൽ ഉണ്ടായിരുന്നത് കൊണ്ട് ജയകുമാറിന് നിയമങ്ങൾ അറിയുന്നതല്ലേ. ഈ ബോർഡ് കൂടണമെന്നും ഇങ്ങനെയെന്നും ഇത് കേഡർ തസ്തികയാണെന്നും അദ്ദേഹം തന്നെ പോയി അവിടെ ഇരിക്കാൻ പാടില്ല എന്നും അറിയാവുന്നതാണെങ്കിൽ അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. ഇപ്പൊ ജയതിലക അയാൾ IASലുള്ള ആളല്ലേ, നിയമപരമായിട്ട് വേണം ഇത് എന്നുള്ളത്. ഇപ്പം ഈ MR അജിത് കുമാറിന് തന്നെ സ്ഥാനം ഒഴിയേണ്ട അവസ്ഥയിലേക്ക് വന്ന ഈ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പം തോന്നിയപടി കാര്യങ്ങൾ പറ്റില്ല എന്നുള്ളൊരു നിലപാട് വന്നതോടുകൂടി സർക്കാർ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. സിനോജിക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കാം, നടക്കില്ലല്ലേ? ഈ ഭരണകൂടം എവിടെ നിലനിൽക്കുന്നുണ്ടോ, ഏത് ഭരണകൂടമായാലും, ഇതിപ്പോൾ നമ്മൾ പിണറായി ഭരണകൂടമാണ്, ഇതല്ല, ഇത് മാറി വേറെ ഒരു ഭരണകൂടം വന്നാലും ഇവന്മാരൊക്കെ ഇത് തന്നെ ചെയ്യും. ഇത് ഇവരുടെ കുഴപ്പമാണ്. ശരിക്കും ജനം ഇറങ്ങി ഇവരെയൊക്കെ കൈകാര്യം ചെയ്താലാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുക. ഏത് സർക്കാർ ഭരിച്ചാലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. എന്തുകൊണ്ടാണ് പിന്നെ അവർക്ക് അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാടെടുത്ത് സർക്കാരിനെ തിരുത്തിക്കാൻ സമ്മർദ്ദം ചെലുത്താൻ പറ്റാത്തത്? സമ്മർദ്ദം ചെലുത്താൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സർക്കാർ ഓഫീസിൽ 10% കാശിന് കൊള്ളാവുന്നവരുണ്ടാവുള്ളൂ. ബാക്കി 90% ആളുകൾ എന്ന് പറയുന്നത് കാശിന് കൊള്ളാത്തവരാണ്. നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളെടുക്കുക, നേതാക്കളെടുക്കുക, ഇതൊക്കെ വളരെ ചുരുങ്ങിയ ശതമാനം ആളുകളാണ് കൊള്ളാവുന്ന ആളുകളുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരം ട്രിബ്യൂണലുകളും കോടതികളും ഒക്കെ ഇവർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ഇവരെ ചെവിക്ക് പിടിക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് വേറൊന്നും കൂടി തെളിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പിണറായി വിജയൻ 10 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയാവുമ്പോൾ പല അവതാരങ്ങളും ലോകത്തുണ്ട്, അവതാരങ്ങളൊന്നും എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് അന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം അവതാരങ്ങളുണ്ട്, അവർ മാത്രം മതി.
വേറെ അവതാരങ്ങൾ വേണ്ടെന്നുള്ളായിരുന്നു അല്ലേ? അതാണ് ഉദ്ദേശം. പക്ഷേ ഈ അവതാരങ്ങളിൽ നിന്ന് ഇവർക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റാറില്ല. ഒന്നിലും സ്വന്തം അവതാരമായിരിക്കണം, അല്ലെങ്കിൽ മറ്റേ. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ മറ്റവതാരങ്ങൾ വരേണ്ടതാണ്. എങ്കിലും അവതാരങ്ങൾ അദ്ദേഹത്തെ പിടികൂടിയതായിട്ടാണ് അതെ. ഈ സ്വപ്ന സുരേഷ് അടക്കമുള്ള ആ. കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ. ശിവശങ്കരൻ, ഉം. അങ്ങനെ പല ആളുകൾ. ഉം. ഇതൊക്കെ അവതാരങ്ങളുടെ പല രൂപങ്ങളിൽപ്പെട്ട ഭൂതങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.